മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സിനെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഏതാണ്ട് ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പരിപാടിയാണ് പുറത്തേക്ക് വരുന്നത്. ശരിയാണ്, ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്. സോ അത് നമ്മൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അത് മനസ്സിലാവാത്ത ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സംസാരിക്കുന്നത്. സോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരണം എന്ന് വെച്ചാൽ ഭയങ്കര കോമഡിയാണ്. അപ്പോ സംഭവങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും. മഞ്ഞപ്പടയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ എല്ലാവരും വായിച്ചതാണ്. സോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. മഞ്ഞപ്പടയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായതിൽ വളരെയധികം മഞ്ഞപ്പടയോട് ഭയങ്കര ബഹുമാനം തോന്നുന്നു. കാരണം നമ്മൾ ഇത്, എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സോ നമ്മൾ ഇതൊക്കെ കുറച്ചുകൂടി നേരത്തെ ചെയ്യണമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും നമ്മൾ ഇത് ചെയ്തതിൽ വളരെ അത് നല്ല അടിപൊളിയായി. അപ്പോൾ അത് വേണ്ട രീതിക്ക് ചൂട് കയറുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. സോ മാധ്യമങ്ങളൊക്കെ അത് ഇങ്ങനെ മൊത്തത്തിൽ എടുത്ത് പെരുമാറുന്നുണ്ട്. പക്ഷെ മാധ്യമങ്ങൾ എന്തിനാണ് പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് സംസാരിക്കേണ്ട കാര്യമാണ്. നമുക്ക് അതിലേക്ക് വരാം. എന്നാലും നമുക്ക് ഒരു 3-4 പോയിന്റുകൾ ഇതേ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട്. അപ്പൊ ഓരോന്നിൽ നിന്ന് തുടങ്ങാം. ആദ്യം ഞാൻ പറയുന്നത്, എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാവാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് കേട്ടോ. അപ്പൊ അത് കൂടുതലും ഫുട്ബോള് കാണാത്തവരാവാം, അല്ലെങ്കിൽ മറ്റ് ഗെയിംസ് മാത്രം കണ്ട് ശീലിച്ചവരാവാം. സോ അവരൊക്കെ ഇതൊരു ആഘോഷമായി മാറ്റിയിട്ടുണ്ട്. അതായത് ISL പോലും എന്തോ ഒരു ശത്രുപക്ഷമാണ് അവർ എന്ന രീതിയിൽ കാണുന്ന പല ആളുകളെയും എനിക്കറിയാം. അത് ഞാൻ പറയാമല്ലോ, ഇപ്പം IPL ഒക്കെ മാത്രം കണ്ട് ശീലിക്കുന്ന ചില ആളുകളുണ്ട്. സോ അവരെ സംബന്ധിച്ചിട്ട് ISL എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്ത്, ISL ഒക്കെ ആരെങ്കിലും ഇപ്പൊ കാണുമോ? ബ്ലാസ്റ്റേഴ്സ് എന്താ ടീമേടെ, അത് ഒരു കപ്പുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ അവരൊക്കെ ഈ ഒരു നമ്മുടെ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ, ഈ ഒരു സംഭവത്തെ എടുത്തിരിക്കുന്നത് തന്നെ മഞ്ഞപ്പട എന്നേക്കുമായി ബ്ലാസ്റ്റേഴ്സ് വിട്ടു, നമ്മുടെ ലോയലിറ്റി വിട്ടു, ഇനി മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഇല്ല, മഞ്ഞപ്പട പിരിച്ചു വിട്ടു എന്നൊക്കെയുള്ള കുറെ തെറ്റിദ്ധാരണകളിലൂടെയാണ് ഇവരൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരോട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാലും ഇവർക്ക് കാര്യം മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. കാരണം ഇവർ കൂടുതലും ഇപ്പൊ IPL കൂടുതലായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ കൂടെ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം ഒന്ന് ഡൗൺഫോൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേറൊരു ടീമിലേക്ക് പോവുക, അല്ലെങ്കിൽ സഞ്ജു സാംസൺ ചെന്നൈയിൽ വന്നപ്പോൾ ഇനി മുതൽ ഞാൻ സഞ്ജു സാംസൺ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറെ ആരാധകരാണ് അവര്. അപ്പോ അവരോട് നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടേറിയ കാര്യമാണ്. അപ്പോ പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. സോ ഇത് മഞ്ഞപ്പട ചെയ്തിരിക്കുന്നത് ടീമിനെ വിടുന്നു എന്നുള്ളതൊന്നും അല്ല. ഈ ടീം എന്ന് പറയുന്നത് ആരാധകരുടേതാണ്. അതിന്റെ ഓണേഴ്സ് പലരും ഉണ്ടാവാം. ഈ ഓണേഴ്സ് അവരുടേതല്ല ഈ ടീം ആരാധകരുടേതാണ്. അപ്പോ നമ്മുടെ ടീമിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ ടീം ഇനിയും മുന്നേറണം എന്നുണ്ടെങ്കിൽ, ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി നല്ലൊരു സാഹചര്യത്തിലേക്ക് ടീം എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങളുടെ ആവശ്യകത ഇവിടെ ഉണ്ട്. സോ അതിന്റെ പേരിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. സോ നമ്മൾ മഞ്ഞപ്പട വെച്ചിരിക്കുന്ന ഡിമാൻഡ്സ് ഒക്കെ മാനേജ്മെന്റ് എപ്പോൾ അംഗീകരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പിൻവലിക്കും. നമ്മൾ വീണ്ടും നമ്മുടെ ടീമിന് വേണ്ടി ചാൻഡ് ചെയ്യാൻ ഗാലറിയിലെത്തും, ടീമിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ ഗാലറിയിലെത്തും. നമ്മൾ ടീം ഒരിക്കലും നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും എങ്ങും പോവില്ല. ആ ടീമിനെ വിട്ടിട്ട് പോകുന്ന ഒരു പരിപാടിയും നമുക്കില്ല. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല, എന്നാലും പറ്റുന്ന രീതിക്ക് ഒന്ന് മനസ്സിലാക്കിയേക്കുക. പിന്നെ നമുക്ക് രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ മാധ്യമങ്ങളെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു കാര്യത്തെ മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷെ ഇവർ പറയുന്ന രീതി, ഈ പറയുന്ന മുമ്പേ ഞാൻ ഈ കുറച്ച് ഫാൻസിനെ പറ്റിയിട്ട് പറഞ്ഞതുപോലെ തന്നെ, അതായത് അറിയാത്ത ആളുകൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് മാധ്യമങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കും അത് അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഇവരുടെ സംസാരം എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും മാധ്യമങ്ങളെ ഈ സ്പോർട്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫുട്ബോളിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും മാധ്യമങ്ങളെ പറ്റിയിട്ട് പറയാറുള്ള കുറെ കാര്യമുണ്ട്. ഇവർ യാതൊരു രീതിയിലുമുള്ള സപ്പോർട്ട് ഫുട്ബോളിന് തരുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പൊ ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് മത്സരം അനൗൺസ് ചെയ്തിട്ട് ഒരു രീതിയിലുമുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, ഒരു പ്രൊമോട്ടിങ് ഒന്നും ഇവർ ചെയ്തവരല്ല, ഒരു ന്യൂസ് ചാനലുകളും. അപ്പോ അങ്ങനെയുള്ളവര് പക്ഷെ കളി നടന്ന സമയത്തും കളി തീർന്ന സമയത്തും സ്റ്റേഡിയത്തിന് മുന്നിൽ മൈക്കുമായിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ നാണംകെട്ടവന്മാര്. അപ്പോ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോ പക്ഷെ GCDA നമ്മുടെ പ്രസ് കോൺഫറൻസ് നടത്താതിരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഇറങ്ങിയിരുന്നു, അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നെഗറ്റീവ് എവിടെ സംഭവിക്കുന്നു? ആളുകൾക്ക് നെഗറ്റീവാണ് ഇഷ്ടം, കേൾക്കാൻ ഇഷ്ടം അതാണ്, കൊതിയും ചുണയുമാണ് ആളുകൾക്ക് ഇഷ്ടം എന്നറിയാവുന്ന മാധ്യമങ്ങൾ നെഗറ്റീവ് മാത്രം പറയാനും നെഗറ്റീവ് മാത്രം സംസാരിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. സോ ഇന്നലെ രാത്രി മുതൽ ഞാൻ കാണുന്നുണ്ട് എല്ലാ ചാനലുകളുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അവരുടെ ക്യാപ്ഷനും അവരുടെ വേർഡ്സ് ഒക്കെ എന്ന് പറയുന്നത് മഞ്ഞപ്പട എന്നേക്കുമായി
ബ്ലാസ്റ്റേഴ്സിനെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ടീമിന്റെ മോശം പ്രകടനവും ടീമിന്റെ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളും ഒക്കെ പരിഗണിച്ച് ടീമിനെ ബ്ലാസ്റ്റേഴ്സ് വേണ്ട എന്ന് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളാണ് വരുന്നത്. ഓക്കെ, വന്നോട്ടെ, ഇപ്പൊ ഈ ഒരു സമയത്ത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇതിന്റെ സത്യാവസ്ഥ എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷെ അവർ അത് തന്നെയാണോ ചെയ്യുന്നത്, അതോ അവരിലേക്ക് നെഗറ്റീവ് ആണോ പരത്തുന്നത് എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. പിന്നെ അടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഞ്ഞപ്പട മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിനുള്ള ഫാൻസ് വിങ്ങുകൾ എന്നുള്ളതാണ്. നമുക്കറിയാം മറ്റു ചില ഫാൻസ് വിങ്ങുകളെ പറ്റി കൂടി നമുക്കറിയാവുന്ന കാര്യമാണ്. എന്റെ ക്വസ്റ്റ്യൻ അവരോടാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ടീം ഇത്രയും സാഹചര്യത്തിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് വന്നിട്ടുള്ളത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ പല ഫാൻസ് വിങ് അല്ലെങ്കിൽ പല ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ ഒറ്റ ഫാൻസ് ആണ്, ഒരു ടീമാണ് നമ്മൾ. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ് നമ്മൾ. അല്ലെങ്കിൽ മഞ്ഞപ്പട അല്ലെങ്കിൽ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനേ അല്ല ഇത് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങേണ്ട സമയമാണ്. ഇത്രയും നമ്മുടെ ടീമിനെ യൂസ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓഡിയൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഓഡിയൻസ് വളരെ കുറവാണ്. ഇപ്പം ഹൈദരാബാദ് FC തന്നെ ഒരു കപ്പുള്ള ടീമാണ്. ഹൈദരാബാദിൽ നിന്നും ടീമിനെ പറിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കാരണം എന്താണ്? സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ ഓരോ സ്ഥലങ്ങളിലെയും പ്രശ്നം ഇതാണ്. അപ്പം ഓഡിയൻസ് ഇല്ല, ഫാൻസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം കൊൽക്കത്തയിൽ ഇപ്പൊ ബെഗാൻ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിനൊക്കെ ഫാൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്ക് കൊച്ചിയിൽ ആള് കയറുന്നത് പോലെ കൊൽക്കത്തയിൽ ആള് കയറണം എന്നുണ്ടെങ്കിൽ അവിടെ ഡെർബി നടക്കണം, എങ്കിൽ മാത്രമേ അത് സംഭവിക്കാറുള്ളൂ. അത്ര കണ്ടൊക്കെ ആള് കയറുന്നത്. അപ്പോ കൊച്ചിയിലെ സിറ്റുവേഷൻ അതല്ല. ഇന്ത്യയിലുള്ള മറ്റ് ക്ലബ്ബുകളെയൊക്കെ അപേക്ഷിച്ച് ഇന്ത്യയിലെ നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാൻസ് വിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അത്രയും സ്റ്റേഡിയം ഫില്ലാക്കുന്ന ഏത് സ്റ്റേഡിയം ഉണ്ട് ഇവിടെ? അപ്പോൾ ഇത്രയും ഫാൻസ് ഉള്ള ഒരു ക്ലബിന് നിലനിന്ന് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രോബ്ലം തന്നെയാണ്. അവർക്ക് ഉപയോഗിക്കാൻ അറിയാം കേട്ടോ, ഫാൻസിനെ ഉപയോഗിക്കാനൊക്കെ അറിയാം, അതിൽ നിന്ന് കാശ് ഉണ്ടാക്കാനും അവർക്കറിയാം. അവരത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫാൻസിന്റെ ലോയലിറ്റിയെ ചൂഷണം ചെയ്യുന്ന ഒരു മാനേജ്മെന്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഓരോ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. പിന്നെ ടീമിന് ഇതുവരെ ഒരു ഫിലോസഫി ഇല്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു തോൽവിയാണ്, നമ്മുടെ പരാജയമാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും മറ്റു ഫാൻസ് വിങ്ങുകൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് വേണ്ട രീതിക്ക് എന്തുകൊണ്ട് മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ എപ്പോൾ പ്രതികരിക്കാനിരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. സോ മഞ്ഞപ്പട മാത്രം ഇതിലേക്ക് ഇറങ്ങിയത് കൊണ്ട് കാര്യമില്ല, മറ്റ് ഫാൻസ് വിങ്ങുകൾ കൂടി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളാണ് ക്ലബ്ബ് പരിപാടി. അപ്പോൾ നമുക്ക് അതേ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞാൻ ഈ 3 കാര്യങ്ങൾ സംസാരിക്കാനാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, കാത്തിരിക്കാം. ഞാൻ മറ്റു ഫാൻസ് വിങ്ങുകളിൽ നിന്ന് ഇതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതിന്റെ അപ്പുറം കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ടീമിനെ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ടീം എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു തരത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ടീം വേണം, ഈ ടീം എന്നും നമുക്ക് ഇവിടെ വേണം. നമുക്ക് ടീം ഇല്ലാതായി കഴിഞ്ഞാലുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. സോ അതുകൊണ്ട് എല്ലാവരും ഈ സമയത്ത് ഒന്നിച്ച് നിൽക്കുക, ഒരേ നിലപാടോടുകൂടി മുമ്പോട്ട് പോവുക. താങ്ക് യു.